ഇപ്പം എവിടെ തിരിഞ്ഞാലും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ. ഓണം വരുന്നുണ്ട്. അല്ലാതെ ഇപ്പം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അതിൽ ഡ്രസ്സിൻ്റെ ബിസിനസ്, ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ്. ഇൻസ്റ്റാഗ്രാം ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. മിക്ക ആൾക്കാരും സാരി, ചുരിദാർ, ഗൗണ്, അല്ലെ ഓർണമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ ഓരോരോ ഇതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഡ്രസ്സൊക്കെ എടുക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഒരു കൂട്ടം ഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വലിയ പെരുന്നാളിനോ ചെറിയ പെരുന്നാളിനോ കിട്ടിയാലായി. അങ്ങനെ ചെറിയ പെരുന്നാൾക്ക് വാങ്ങിയാൽ ചിലപ്പോൾ വലിയ പെരുന്നാൾക്ക് വാങ്ങി തരികയില്ല. അങ്ങനത്തെയൊക്കെ ഒരു കാലഘട്ടമൊക്കെ എൻ്റെ ലൈഫിൽ കൂടെ കുറേ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിവാഹം കഴിച്ച് കൊണ്ടുവന്നിട്ട് പടുകുയിലേക്ക് എന്ന് പറഞ്ഞതിൻ്റെ അതിന് എനിക്ക് അവിടെ ഡ്രസ്സൊന്നും ഇടാനില്ലാതെ ഞാൻ ഒരുപാട് സ്ലിപ്പായി പോയിട്ടുണ്ട്. 2017 എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയത് എനിക്ക് ഡ്രസ്സ് ഇടാനില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കളിയാക്കിയത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ കൂടെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവൻ്റെ കൂടെ പോകുന്ന സമയത്തൊക്കെ ഇതാണോ നീ ഇട്ട ഡ്രസ്സ്, നിനക്കൊരു നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്നൂടെ എന്ന് വരെ എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇന്നവിടെ ഒരു ഷോപ്പിൽ ഞാൻ മോൾക്ക് 2 നൈറ്റ് ഇടുന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് 2 കൂട്ടം നൈറ്റ് ഡ്രസ്സ് എടുത്തു, എനിക്കൊരു കൂട്ടം നൈറ്റ് ഡ്രസ്സ് എടുത്തു, 2 ടീഷർട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു ചുരിദാർ കണ്ടപ്പം ഇഷ്ടമായി, അതെടുത്തു. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ തോന്നി എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഒരു വെറൈറ്റി ഭയങ്കര ഭംഗിയുണ്ട്. ഇതിൻ്റെ ഭംഗി കൊണ്ട് മേടിച്ചതാട്ടോ ഞാൻ. ബ്ലാക്ക് ആൻഡ് റെഡിൽ വരുന്നതാണ്. നല്ലൊരു റെഡാണ്. എനിക്കിങ്ങനത്തെ ഒരു നല്ലൊരു റെഡ് കളർ എനിക്കുണ്ട്. സ്ലീവിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ മുത്ത് പിടിപ്പിച്ചിട്ട് എനിക്കിവിടെ ബോഡിയുടെ അടുത്ത് കുറച്ചൊരു ടൈറ്റ് പോലെ ഉണ്ട്. എങ്കിൽ പോലും നല്ല അടിപൊളി ഒരു ചുരിദാർ ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ കരുതി നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും പറയാനൊക്കെ കാരണം. അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു ദുപ്പട്ടയുണ്ട്, ഫുൾ സ്റ്റോണായിട്ടൊക്കെ മുത്തായിട്ടൊക്കെ വെച്ചിട്ട്. ദേ അവൾ മതത്തിൽ കൂടി തീരിൽ കൂടി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള തട്ടം ഇട്ടാൽ അടിപൊളിയായിരിക്കും. തീരിൽ കൂടി എന്ന് പറയാൻ പറ്റിയൊരു തട്ടമാണ്. അപ്പോൾ ഇതെനിക്കവിടെ കണ്ടപ്പം 2000-ൻ്റെ ഉള്ളിലായിട്ടാട്ടോ റേഞ്ച് വരുന്നത്. അത് കണ്ടപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡ്രസ്സ് എടുത്തു എന്ന് പറഞ്ഞു എന്നല്ലാതെ എന്താണ് ഡ്രസ്സ് എടുത്തത്, ആർക്കാണ് ഡ്രസ്സ് എടുത്തത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശരിക്കും ഞാൻ മകൾക്ക് 2 കൂട്ടം ഡ്രസ്സ് എടുക്കാൻ കയറിയപ്പോൾ അവൾക്ക് 2 കൂട്ടം എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് 4 കൂട്ടം ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നാമത് തടിയുള്ളത് കൊണ്ട് എനിക്ക് എല്ലാ ഡ്രസ്സും പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ പണ്ടൊക്കെ ആയിരുന്നു ഓരോരുത്തരോട് കടം മേടിച്ചിട്ടൊക്കെ ഡ്രസ്സ് ഇട്ട് പോകുന്ന എത്രയോ ആൾക്കാരുണ്ടാവും കേട്ടോ. എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ എനിക്ക് ആരോടും ഡ്രസ്സ് കടം വാങ്ങിയിട്ടുണ്ട് ഒരു അവസ്ഥ വന്നിട്ടില്ല. കാരണം ഏട്ടത്തിമാർ കല്യാണം കഴിച്ചാൽ പിറ്റേന്ന് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ ഇവന്മാരുടെ ഒന്നും ഡ്രസ്സ് അങ്ങോട്ട് കൊണ്ടുപോകില്ലല്ലോ. ആ ഡ്രസ്സിൻ്റെ മുഴുവനോ പിന്നെ ഓണർ ഞാനാണല്ലോ. അപ്പോൾ അത് ഫുള്ളായിട്ട് വീട്ടിൽ കൂടി ഇടുന്നത് ഒരു തല, പുറത്ത് പോകുമ്പോൾ ഇടുന്നത് വേറൊരു തല. അങ്ങനെ അത് 2 തവണകളിലായിട്ട് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയേക്ക്. ഫസ്റ്റിൽ മൂത്തേട്ടത്തിനെ കല്യാണം കഴിച്ചപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സേ കിട്ടിയില്ലായിരുന്നു. കാരണം എൻ്റെ നേരെ മൂത്ത ഒരാളോട് ഉണ്ടായി. ആൾക്ക് കൊടുത്തിട്ട് അവൾക്ക് വേണ്ടാത്ത വേസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അതിലായിരുന്നു എനിക്ക് തരാറ്. രണ്ടാമത്തെ ആളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് മൂത്ത ആൾക്ക് അന്നപ്പോൾ കുറച്ച് തടിയൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് പറ്റൂലായി. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കാലം എൻ്റെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഡ്രസ്സ് ഒട്ടും കിട്ടാത്തൊരു സാഹചര്യത്തിൽ കൂടിയും കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് കിട്ടുന്ന സാഹചര്യത്തിൽ കൂടിയും ഒരുപാട് കളിയാക്കുന്ന സാഹചര്യത്തിൽ കൂടിയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ ഒന്ന് വാങ്ങിയപ്പം ആ വാങ്ങിയ ഡ്രസ്സ് ഏതാണെന്നുള്ള നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം തട്ടമിട്ട മതത്തിൽ കൂടിയ മുസ്ലിം കുട്ടി.